ഈ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പെൻകൽ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ് കുന്നംകുളം. നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 7283 പേർക്ക് കൂടി കോവിഡ്. 5731 പേർക്ക് സമ്പർക്കം വഴി രോഗബാധ. 24 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 6767 പേർക്ക് രോഗമുക്തി. തൃശൂർ ജില്ലയിൽ 809 പേർക്ക് കൂടി കോവിഡ്. 831 പേർക്ക് രോഗമുക്തി. ചാവക്കാട് തീരമേഖലയിൽ 67 പേർക്ക് രോഗം. പുന്നൂർകുളം അണ്ടത്തോട് നടത്തിയ ആന്റിജൻ പരിശോധനയിൽ പെരുമ്പടപ്പ് സ്വദേശി ഉൾപ്പെടെ 26 പേർക്ക് കോവിഡ്. എരുമപ്പെട്ടിയിൽ ജനപ്രതിനിധിക്ക് കോവിഡ് പോസിറ്റീവാണെന്ന തെറ്റായ അറിയിപ്പ് നൽകി ക്വാറന്റൈനിലിരുത്തിയ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടി വിവാദത്തിൽ. എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിനാവശ്യമായ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ നിയമിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ. ചടങ്ങിലേക്ക് പ്രതിഷേധവുമായി എത്തിയ UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭക്തിയുടെ നിറവിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ശനിയാഴ്ച തുടക്കമാകും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങളായി. ഇക്കുറി ആഘോഷങ്ങൾ കൊറോണ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി. വിശദമായ വാർത്തയിലേക്ക്. ജാഗ്രത തുടരണം. കേരളത്തിൽ 7283 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 24 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 1113 രോഗം സ്ഥിരീകരിച്ചവരിൽ 144 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5731 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1158 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 250 ആരോഗ്യ പ്രവർത്തകർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. ചികിത്സയിലായിരുന്ന 6767 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 95,008 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 2,28,998 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. തൃശൂർ ജില്ലയിലെ 809 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 831 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 9443 തൃശൂർ സ്വദേശികളായ 160 പേർ മറ്റു ജില്ലകളിലെ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 26,042 അസുഖബാധിതരായ 16,337 പേരെയാണ് ആകെ രോഗമുക്തരായി ആശുപത്രികളിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത്. 6,395 പേർ വീടുകളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 967 പേർ പുതിയതായി ചികിത്സയിൽ പ്രവേശിച്ചതിൽ 246 പേർ ആശുപത്രിയിലും 721 പേർ വീടുകളിലുമാണ്. 3,285 പേർക്ക് ആന്റിജൻ പരിശോധന നടത്തി. ചാവക്കാട് തീരമേഖലയിൽ ആശങ്ക കനക്കുന്നു. വെള്ളിയാഴ്ച 67 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മേഖലയിലെ ഏറ്റവും ഉയർന്ന പ്രതിദിന വർധനവാണ് ഇത്. താലൂക്ക് ആശുപത്രിയിൽ നടന്ന ആന്റിജൻ പരിശോധനയിൽ ചാവക്കാട് സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ ഉൾപ്പെടെ 41 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 35 പേർ ചാവക്കാട് നഗരസഭാ പരിധിയിൽ ഉൾപ്പെട്ടവരാണ്. 96 പേർക്കാണ് പരിശോധന നടത്തിയത്. നഗരസഭയിലെ 30-ാം വാർഡിൽ പോസിറ്റീവ് കേസുകൾ വർദ്ധിക്കുകയാണ്. വ്യാഴാഴ്ച നടന്ന പരിശോധനയിൽ ഒരു വീട്ടിലെ 5 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ഈ വാർഡിൽ 34 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കടപ്പുറം പഞ്ചായത്തിൽ നടന്ന ആന്റിജൻ പരിശോധനയിൽ 34 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 29 പേർ കടപ്പുറം പഞ്ചായത്തിൽ ഉൾപ്പെട്ടവരാണ്. ആകെ 113 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. കടപ്പുറത്ത് രോഗം സ്ഥിരീകരിച്ച 32 പേരിൽ 24 പേരും 3 വാർഡുകളിൽ നിന്നുള്ളവരാണ്. 7-ാം വാർഡ് അടുത്തിരുത്തിയിൽ 11 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 15-ാം വാർഡ് തൊട്ടാപ്പ് ഫോക്കസിൽ 6 പേർക്കും 16-ാം വാർഡ് തൊട്ടാപ്പ് ലൈറ്റ് ഹൌസ് വാർഡിൽ 7 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. 2 ആഴ്ചയിലധികമായി മേഖലയിൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ വലിയ രീതിയിലാണ് വർദ്ധിച്ചുവരുന്നത്. CCTV ന്യൂസ് ചാവക്കാട്. ഗുരുവായൂർ നഗരസഭ ടൗൺഹാളിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ നഗരസഭാ കൗൺസിലർക്കും മാധ്യമ പ്രവർത്തകനും ഉൾപ്പെടെ 39 പേർക്ക് കോവിഡ്. 167 പേരാണ് പരിശോധനയ്ക്ക് വിധേയരായത്. 39-ാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. 10 പേരാണ് ഇവിടെ രോഗികളായത്. 40-ാം വാർഡിൽ 9 പേരും 37-ാം വാർഡിൽ 8 പേരും രോഗികളായി. നഗരസഭാ പരിധിയിൽ പുതിയ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ചിട്ടില്ല.
ചൂണ്ടൽ പഞ്ചായത്തിൽ വെള്ളിയാഴ്ച 17 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഹവ്വ കോളേജിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ആയമുക്കിൽ 65 വയസ്സുള്ള സ്ത്രീ, 11 വയസ്സുള്ള ആൺകുട്ടി, 38 വയസ്സുള്ള സ്ത്രീ, 16 വയസ്സുള്ള ആൺകുട്ടി, പട്ടിക്കരയിൽ 18 വയസ്സുള്ള സ്ത്രീ, 49 വയസ്സുള്ള സ്ത്രീ, 39 വയസ്സുള്ള പുരുഷൻ, 21 വയസ്സുള്ള സ്ത്രീ, മഴുവഞ്ചേരിയിൽ 25 വയസ്സുള്ള സ്ത്രീ, 50 വയസ്സുള്ള സ്ത്രീ, 25 വയസ്സുള്ള സ്ത്രീ, 26 വയസ്സുള്ള പുരുഷൻ, ചൂണ്ടലിൽ 45 വയസ്സുള്ള സ്ത്രീ, ചിറനെല്ലൂരിൽ 9 വയസ്സുള്ള ആൺകുട്ടി, തലക്കോട്ടുകരയിൽ 22 വയസ്സുള്ള പുരുഷൻ, 52 വയസ്സുള്ള സ്ത്രീ, കുനമുച്ചിയിൽ 63 വയസ്സുള്ള സ്ത്രീ എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പഞ്ചായത്ത് പരിധിയിൽ രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ആശങ്കയ്ക്ക് അറുതിയായില്ല. പുന്നയൂർകുളം അണ്ടത്തോട് നടത്തിയ ആന്റിജൻ പരിശോധനയിൽ മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് പഞ്ചായത്തിൽ നിന്നുള്ള ഒരാൾക്കടക്കം 26 പേർക്ക് കോവിഡ് പോസിറ്റീവായി. വെള്ളിയാഴ്ച കാലത്ത് അണ്ടത്തോട് റൌഹാത്ത് ഓഡിറ്റോറിയത്തിൽ നടത്തിയ 87 പേരുടെ സ്രവപരിശോധനയിൽ പുന്നയൂർകുളം പഞ്ചായത്തിലെ 2 വീടുകളിൽ നിന്നുള്ള 5 പേർ വീതവും വിവിധ വാർഡുകളിൽ നിന്ന് 10 പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. വടക്കേക്കാട് പഞ്ചായത്തിൽ നിന്ന് 3-ഉം പുന്നയൂർകുളം എന്നീ പഞ്ചായത്തുകളിലെ ഓരോ പേർക്കും പെരുമ്പടപ്പ് പഞ്ചായത്തിൽ നിന്ന് ഒരാൾക്കും കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് പോസിറ്റീവായവരുമായി സമ്പർക്കത്തിലുള്ളവരെയും തുടർ പരിശോധനയിലുള്ളവരെയുമാണ് ആന്റിജൻ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. അണ്ടത്തോട് മെഡിക്കൽ ഓഫീസർ അരുൺ ബാബുവിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശബനം, ഹെൽത്ത് ഇൻസ്പെക്ടർ റഷീദ്, ജയച്ചൈമാരായ പ്രദീപ്, സിനീഷ്, അമ്പിളി, അക്ഷയ, JPHN ജിഷ, ദീപ, സ്റ്റാഫ് നഴ്സ് ഷാനിദ, ലാബ് ടെക്നീഷ്യൻ ജിൻസി, ബിന്ദു തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. CCTV ന്യൂസ് പുന്നയൂർകുളം. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ വെള്ളിയാഴ്ച 9 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 2-ാം വാർഡിൽ 42 വയസ്സുള്ള സ്ത്രീ, 6-ാം വാർഡിൽ 82 വയസ്സുള്ള സ്ത്രീ, 56 വയസ്സുള്ള പുരുഷൻ, 25 വയസ്സുള്ള പുരുഷൻ, 20 വയസ്സുള്ള പുരുഷൻ, 10-ാം വാർഡിൽ 30 വയസ്സുള്ള സ്ത്രീ, 9 വയസ്സുള്ള പെൺകുട്ടി, 15-ാം വാർഡിൽ 24 വയസ്സുള്ള സ്ത്രീ, 16-ാം വാർഡിൽ 76 വയസ്സുള്ള സ്ത്രീ എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. കാട്ടകമ്പൽ പഞ്ചായത്തിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 8 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം ബാധിച്ചവരുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽപ്പെട്ട 33 പേർക്ക് പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് 8 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. പഞ്ചായത്തിലെ 3-ാം വാർഡ് കരിയാമ്പ്രയിൽ 4 പേർക്കും, 8-ാം വാർഡ് കോട്ടോലിൽ ഒരാൾക്കും, 16-ാം വാർഡ് പലാട്ടുമുറിയിൽ 3 പേരുടെയും പരിശോധനാ ഫലമാണ് പോസിറ്റീവായത്. ജനപ്രതിനിധിക്ക് കോവിഡ് പോസിറ്റീവാണെന്ന് തെറ്റായ അറിയിപ്പ് നൽകി ക്വാറന്റൈനിൽ ഇരുത്തിയ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടി വിവാദമാകുന്നു. എരുമപ്പെട്ടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും 18-ാം വാർഡ് മെമ്പറുമായ NK കബീറിന്റെ കോവിഡ് പരിശോധനാ ഫലമാണ് ആരോഗ്യവകുപ്പ് തെറ്റായി നൽകിയത്. കോൺഗ്രസ് ജനപ്രതിനിധിയായ കബീറിനെ മനഃപൂർവ്വം ദ്രോഹിക്കുന്നതിനുവേണ്ടി CPM പാർട്ടിയുടെ ഇടപെടലാണ് സംഭവത്തിന് പുറകിലെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയിട്ടുണ്ട്. കോവിഡ് ബാധിതന്റെ സമ്പർക്ക പട്ടികയിലുള്ള കബീറിനെ കഴിഞ്ഞ 12-ാം തീയതിയാണ് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ RT-PCR പരിശോധനയ്ക്ക് വിധേയനാക്കിയത്. മിനിമം 12 മണിക്കൂർ സമയമെടുത്താണ് പരിശോധനാ ഫലം ലഭിക്കാറുള്ളത്. എന്നാൽ 8 മണിക്കൂറിനുള്ളിൽ എരുമപ്പെട്ടി ഹെൽത്ത് ഇൻസ്പെക്ടർ ഫോണിൽ വിളിച്ച് കോവിഡ് പോസിറ്റീവാണെന്ന് അറിയിക്കുകയായിരുന്നു. തുടർന്ന് കബീറും കുടുംബവും ക്വാറന്റൈനിലായി. അതേസമയം കബീറിനൊപ്പം പരിശോധന നടത്തിയ ജനപ്രതിനിധികളുടെ റിസൾട്ട് വ്യാഴാഴ്ചയാണ് ലഭിച്ചത്. ഇതിനെ തുടർന്ന് UDF കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മെഡിക്കൽ വിഭാഗത്തിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ കബീറിന്റെ ഫലം വന്നിട്ടില്ല എന്നാണ് അറിയിച്ചത്. സ്വകാര്യ ലാബുകളിൽ പോലും മിനിമം 12 മണിക്കൂർ എടുത്ത് വരുന്ന ഫലം ഇത്രയും പെട്ടെന്ന് വന്നതിൽ ദുരൂഹതയുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിനെ തുടർന്ന് UDFന്റെ കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ നടത്തിയ അന്വേഷണവും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ റിസൾട്ട് വ്യാജമാണെന്നും അറിയുകയുണ്ടായി. മറുപടിയിൽ അപാകത തോന്നിയ കോൺഗ്രസ് നേതൃത്വം DMO, മെഡിക്കൽ ഓഫീസർ എന്നിവരെ ബന്ധപ്പെട്ടപ്പോഴാണ് കബീറിന്റെ പരിശോധനാ ഫലം നെഗറ്റീവാണെന്നും സാങ്കേതിക പിഴവ് സംഭവിച്ചതാണെന്നും അറിയിച്ചത്. സംഭവത്തിൽ മെഡിക്കൽ ഓഫീസർ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ നിരന്തരം ബന്ധപ്പെടുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ട അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയിൽ വടക്കാഞ്ചേരി മെഡിക്കൽ ഓഫീസർ വിളിച്ച് അവർക്ക് തെറ്റ് പറ്റിയതാണെന്നും എൻ്റെ ഫലം നെഗറ്റീവാണെന്ന് അറിയിക്കുകയുമാണ് ഉണ്ടായത്. അതേസമയം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എരുമപ്പെട്ടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ വെള്ളിയാഴ്ച നടക്കുന്ന കെട്ടിട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കബീറും ബ്ലോക്ക് പ്രസിഡന്റും തമ്മിൽ കഴിഞ്ഞ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ വാക്കേറ്റ് നടക്കുകയും കബീറിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും
തുടർന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോവുകയുമാണ് ഉണ്ടായത്. ഇതിൻ്റെ വൈരാഗ്യം തീർക്കുന്നതിൻ്റെ ഫലമായിക്കൊണ്ടാണ് ഞാനടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ ക്വാറന്റൈനിലാക്കുകയും തെറ്റായി പോസിറ്റീവ് എന്ന റിപ്പോർട്ട് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് വസന്തലാൽ. എന്നാൽ ഇതിനെതിരെ കോൺഗ്രസ് ശക്തമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് CPM-ഉം ബ്ലോക്ക് പ്രസിഡന്റും നടത്തിയ പ്രതികാരമാണ് സംഭവത്തിന് പുറകിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. CCTV ന്യൂസ് എരുമപ്പെട്ടി. എരുമപ്പെട്ടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK കബീറിന്റെ കോവിഡ് പരിശോധനാ ഫലം പോസിറ്റീവാണെന്ന് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് നൽകിയത് തന്റെ ഇടപെടലിനെ തുടർന്നാണെന്നുള്ള കോൺഗ്രസിന്റെ ആരോപണം തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് S. ബസന്തലാൽ അറിയിച്ചു. കോവിഡ് ഫലം തെറ്റായി വന്നത് കമ്പ്യൂട്ടറിൽ കയറ്റിയപ്പോഴുള്ള സാങ്കേതിക പിഴവാണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ മുതലെടുപ്പിനായി കോവിഡിനെ ഉപയോഗപ്പെടുത്തി വസ്തുതയില്ലാത്ത ആരോപണം ഉന്നയിക്കുന്നത് നീചമായ ശ്രമമാണ്. എരുമപ്പെട്ടി പഞ്ചായത്തിൽ മാത്രം മന്ത്രി AC മൊയ്തീന്റെ നേതൃത്വത്തിൽ 46 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഇതിൽ വിരളിപ്പൂണ്ടാണ് NK കബീറും കോൺഗ്രസും നുണപ്രചരണങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നതെന്നും ബസന്തലാൽ അറിയിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കോൺഗ്രസും പഞ്ചായത്ത് ഭരണസമിതിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കബീർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കോവിഡ് പരിശോധനയുമായി ബന്ധപ്പെട്ട് വന്ന റിസൾട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അതിൻ്റെ പുറകിൽ നിന്ന് ഏറ്റവും മോശപ്പെട്ട സംസാരമാണ്, പ്രചരണമാണ് കോൺഗ്രസ് സംഘടിപ്പിക്കപ്പെടുന്നത്. മാത്രമല്ല കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് യോഗങ്ങൾ വിവിധ സ്ഥലത്ത് ഇവർ പങ്കെടുത്ത് നടത്തിയ ആ വീടുകളിലും കോവിഡ് വ്യാപിക്കുകയുണ്ടായി. ഇതിന് രാഷ്ട്രീയമായി മുഖം കാണിച്ച് തങ്ങൾ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ ആവശ്യമാകുന്ന നില എരുമപ്പെട്ടിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കബീർ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ സഹായത്തോടു കൂടി ദുഷ്പ്രചരണം നടത്തുകയാണ്. രാജ്യത്ത് പുതുതായി 63,371 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 895 മരണവും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ രാജ്യത്തെ രോഗബാധിതരുടെ എണ്ണം 73,70,469 ആയി. 1,12,161 മരണമാണ് രാജ്യത്ത് ഇതുവരെ സ്ഥിരീകരിച്ചത്. 8,04,528 പേർ നിലവിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 64,53,780 പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ദിവസം 10,28,622 സാമ്പിളുകൾ പരിശോധിച്ചു. രാജ്യത്ത് ഒക്ടോബർ 15 വരെ 9,22,54,927 സാമ്പിളുകളാണ് പരിശോധിച്ചതെന്ന് ICMR അറിയിച്ചു. രാജ്യത്ത് 13 ദിവസത്തിനിടെ 10 ലക്ഷം പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ലോകത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. US-ലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ. 106 വയസ്സിൽ കോവിഡ് മുക്തി നേടി ചാലിശ്ശേരി ഗ്രാമത്തിന്റെ മുത്തശ്ശി വള്ളിക്കുട്ടി. വലിയ മുത്തശ്ശിയെ ചികിത്സിച്ച് സുഖപ്പെടുത്തിയ അപൂർവ നേട്ടം പാലക്കാട് മെഡിക്കൽ കോളേജിന് സ്വന്തം. ചാലിശ്ശേരി ഗ്രാമത്തിന്റെ വലിയ മുത്തശ്ശി വള്ളിക്കുട്ടി കോവിഡ് മഹാമാരിയെ പൊരുതി തോൽപ്പിച്ച് നാട്ടിലെത്തിയത് നാടിന് ആഹ്ലാദമായി. ചാലിശ്ശേരി പടിഞ്ഞാറമുക്ക് കുന്നത്ത് വീട്ടിൽ പരേതനായ അയ്യപ്പന്റെ ഭാര്യയായ വള്ളിക്കുട്ടിയമ്മയ്ക്ക് 5-ാം തീയതി നടന്ന ആന്റിജൻ ടെസ്റ്റിലാണ് കോവിഡ് പോസിറ്റീവായത്. തുടർന്ന് പാലക്കാട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 9 ദിവസത്തെ ആരോഗ്യ പ്രവർത്തകരുടെ സന്തോഷത്തോടെയുള്ള കരുതലും പരിചരണവും മുത്തശ്ശിയെ രോഗമുക്തി നേടി വീട്ടിലെത്തിക്കുവാൻ സഹായകരമാക്കി. ഉറ്റവരെ കാണാൻ കഴിയാതെ ഇരുന്ന വലിയ മുത്തശ്ശിക്ക് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ, നഴ്സുമാർ, മറ്റു ആരോഗ്യ പ്രവർത്തകരും സ്വന്തം മക്കളെ പോലെ പരിചരിച്ചു. അവരുടെ സമർപ്പിത സേവനം 10.5 പതിറ്റാണ്ട് നീണ്ട ജീവിതത്തിൽ മറക്കാനാകാത്ത അനുഭവമായെന്ന് വള്ളിക്കുട്ടി പറഞ്ഞു. നാടിന്റെ ഹൃദയസ്പന്ദനങ്ങളെ തൊട്ടറിഞ്ഞ വള്ളിക്കുട്ടിയമ്മയ്ക്കായി ഗ്രാമവും ബന്ധുക്കളും നാട്ടുകാരും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലായിരുന്നു. 4 മക്കളും അവരുടെ മക്കളും എന്നിങ്ങനെ 5 തലമുറകളിലായി 60ഓളം പേരക്കുട്ടികളുണ്ട്. മുത്തശ്ശിയെ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓണനാളിൽ ആദരിച്ചിരുന്നു. CCTV ന്യൂസ് പെരുമ്പിലാവ്. കോവിഡ് മാനദണ്ഡങ്ങളും നിരോധനാജ്ഞയും പാലിക്കുന്നുണ്ടോ എന്നറിയാൻ ജില്ലാ കളക്ടർ അധികാരപ്പെടുത്തിയ സമിതി ഗുരുവായൂരിലെ സ്ഥാപനങ്ങളിൽ പരിശോധന തുടരുന്നു. സെക്ടറൽ മജിസ്ട്രേറ്റുടെ ചുമതലയുള്ള ജില്ലാ സപ്ലൈ ഓഫീസർ T. അയ്യപ്പദാസിന്റെ നേതൃത്വത്തിൽ പോലീസും നഗരസഭ ആരോഗ്യ വിഭാഗവും സംയുക്തമായാണ് മിന്നൽ പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ ദിവസം 21 സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ പല സ്ഥാപനങ്ങളിലും ജീവനക്കാർ ശരിയായ രീതിയിൽ മാസ്കും സാമൂഹിക അകലവും പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയിരുന്നു. പരിശോധന തുടരുമെന്നും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി കർശനമാക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ CK രജിത് കുമാർ, K. രാജീവൻ, JHI-മാരായ S. സുജിത്ത്, KB. സുബിൻ എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു.
കോവിഡ് വ്യാപന സാധ്യതയെ തുടർന്ന് വാർഡിൽ പ്രവേശിക്കുന്നത് തടഞ്ഞ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ 2ാം വാർഡ് രാമപുരം അതിനിയന്ത്രിത മേഖലയാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് രോഗവ്യാപനമുള്ള മേഖലയിലേക്ക് കടക്കുന്നത് നിരോധിച്ച് രാമപുരം അങ്കണവാടിക്ക് സമീപം റോഡ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് അടച്ചിരുന്നത്. വെള്ളിയാഴ്ച രാവിലെയാണ് ബാരിക്കേഡുകൾ കെട്ടിയുറപ്പിച്ചിരുന്നത് അഴിച്ചിട്ട നിലയിൽ കണ്ടത്. റോഡ് അടച്ചിരുന്ന വസ്തുക്കൾ റോഡിൽ വീണുകിടക്കുന്ന നിലയിലാണ്. തുടർന്ന് വാർഡിലെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പോലീസിലും ആരോഗ്യ വിഭാഗത്തിനും പരാതി നൽകി. മറ്റു വാർത്തകളിലേക്ക്. എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് ആവശ്യമായ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ നിയമിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. ഹൈടെക് ലാബ്, ഫിസിയോതെറാപ്പി, ജെറിയാട്രിക് വാർഡ് പദ്ധതികൾക്കായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് 76 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശുപത്രിയുടെ വികസനം പടിപടിയായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ OP, IP വാർഡുകൾ, ഓപ്പറേഷൻ തിയേറ്റർ, സ്റ്റാഫ് ക്വാർട്ടേഴ്സ് എന്നിവയുടെ നിർമ്മാണത്തിനായി 7.5 കോടി രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. ആവശ്യമുള്ള ജീവനക്കാരെ ഈ സർക്കാർ അധികാരം ഒഴിയുന്നതിന് മുൻപ് നിയമിക്കും. അതിനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ മുതലെടുപ്പിനായി വികസന പ്രവർത്തനങ്ങൾക്ക് എതിര് നിൽക്കുന്ന നടപടി കോൺഗ്രസും BJPയും അവസാനിപ്പിക്കണം. വികസനം ജനങ്ങളിലെത്തിക്കുവാനാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനപ്രതിനിധികളും മത്സരിക്കേണ്ടതെന്നും സർവ്വമേഖലയിലും ചരിത്രത്തിൽ ഇടം നേടാവുന്ന വികസന പ്രവർത്തനങ്ങളാണ് LDF സർക്കാർ നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഈ ഗവൺമെൻറ് കാലത്ത് തന്നെ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലേക്ക് ആവശ്യമായ സ്റ്റാഫും സൗകര്യങ്ങളും ഈ ആശുപത്രിയിൽ ഉണ്ടാകും എന്നറിയിക്കാൻ കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ആ കാര്യത്തിലും ഇവിടുത്തെ ജീവനക്കാരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് മുന്നോട്ട് പോവുക. പക്ഷേ 2 വർഷക്കാലമായി അതിന് AS ലഭ്യമായിട്ട് എന്നുള്ള കാര്യം കൂടി എല്ലാവരും ആലോചിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഒരു ആശുപത്രിയുടെ CHCയുടെ പശ്ചാത്തലത്തിലേക്ക് അത് ഉയരാൻ ആ കെട്ടിടം കൂടി വന്നാലാണ് സഹായമാകുക. അപ്പോഴാണ് സ്റ്റാഫിനും മറ്റുമൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുക. അതിവേഗത്തിൽ തന്നെ സർക്കാർ അതിൻ്റെ അംഗീകാരത്തോടു കൂടി ആ കാര്യം അതിൻ്റെ ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ നടപടികളിലേക്ക് പോകും എന്നുള്ള കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. സർക്കാർ ആശുപത്രിയുടെ വികസനത്തിന് നേതൃത്വം നൽകുന്ന ബ്ലോക്ക് പ്രസിഡന്റ് S ബസന്ത്ലാലിനെ മന്ത്രി ചടങ്ങിൽ അഭിനന്ദിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് S ബസന്ത്ലാൽ ചടങ്ങിൽ അധ്യക്ഷനായി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PP സുനിത, സ്ഥിരം സമിതി അധ്യക്ഷരായ M ഗിരിജാദേവി, AK സുരേന്ദ്രൻ, എരുമപ്പെട്ടി പഞ്ചായത്ത് മെമ്പർ VC ബിനോജ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TN രശ്മി തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരും ആശുപത്രിയുടെ ചുമതലയുള്ള വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങളും പുറത്തുവന്ന സാഹചര്യത്തിൽ മന്ത്രി AC മൊയ്തീൻ ജീവനക്കാർക്ക് പരസ്യമായി താക്കീത് നൽകി. ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് മന്ത്രി ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയത്. ആശുപത്രി സൂപ്രണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും തമ്മിൽ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ രൂക്ഷമായ വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു. UDF ജീവനക്കാരെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. നിസാര സാങ്കേതികത്വം പറഞ്ഞ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാതെ സൂപ്രണ്ടടക്കമുള്ള ജീവനക്കാർ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുകയാണെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് ആരോപിച്ചിരുന്നു. വികസന പ്രവർത്തനങ്ങൾ ജീവനക്കാരുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്താണ് നടപ്പിലാക്കുകയുള്ളൂ. എന്നാൽ അനാവശ്യ കാരണങ്ങൾ ഉന്നയിച്ച് വികസനങ്ങൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥർ തടസ്സം സൃഷ്ടിക്കരുത്. പരാതിയുണ്ടെങ്കിൽ സർക്കാർ തലത്തിലാണ് നൽകേണ്ടത്. അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കണം. വിവാദങ്ങളുണ്ടാക്കി വികസന പ്രവർത്തനങ്ങളെ തടയാൻ ശ്രമിച്ചാൽ നടപടി നേരിടേണ്ടി വരുമെന്നും ഇത് താക്കീതായി കരുതാമെന്നും മന്ത്രി പ്രസംഗത്തിൽ മുന്നറിയിപ്പ് നൽകി. അനാവശ്യമായി രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ സർക്കാർ ജീവനക്കാർ കൂട്ടുനിൽക്കരുത്. അത് താക്കീതായിട്ടോ മുന്നറിയിപ്പായിട്ടോ ആർക്ക് വേണമെങ്കിലും എടുക്കാം. വിവാദങ്ങൾക്ക് പുറകെ പോകൽ സർക്കാർ ജീവനക്കാരുടെ, പബ്ലിക് സർവന്റിന്റെ ജോലിയല്ല. അവര് സർക്കാർ പറയുന്ന നയം നടപ്പിലാക്കാൻ വേണ്ടി ബാധ്യതപ്പെട്ടവരാണ്. അവർക്ക് എന്തെങ്കിലും പ്രശ്നം പറയാനുണ്ടെങ്കിൽ സർക്കാരിനോട് പറയാം. അത് ചർച്ച ചെയ്യാൻ സർക്കാർ സംവിധാനത്തിൽ നിലവിലുള്ള സംവിധാനമുണ്ട്. ശീതസമരം അത്തരം കാര്യങ്ങളിൽ ഉണ്ടോ എന്നെനിക്ക് സംശയമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ തുറന്നു പറയുന്നത്. രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് രാജ്യത്തിന്റെ വികസന പ്രവർത്തനത്തിന് തടസ്സമാകുന്ന രീതിയിലുള്ള അന്ധമായ രാഷ്ട്രീയം. CCTV ന്യൂസ്, എരുമപ്പെട്ടി. മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ സമരത്തിനെത്തിയ കോൺഗ്രസ് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, രഘു കരിയന്നൂർ, ഫ്രിജോ വടക്കൂട്ട്, AU റസാഖ് എന്നിവരെയാണ് ഇൻസ്പെക്ടർ KK ഭൂപേഷ്, SI മാരായ അബ്ദുൾ ഹക്കീം, സനൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. എരുമപ്പെട്ടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK കബീറിന്റെ നെഗറ്റീവായിരുന്ന കോവിഡ് പരിശോധന ഫലം പോസിറ്റീവാണെന്ന് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ തെറ്റായ റിപ്പോർട്ട്
റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിനു പുറകിൽ CPM-ഉം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാണെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് നേതാക്കൾ ആശുപത്രിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ജെറിയാട്രിക് കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന വേദിക്ക് സമീപം പ്രതിഷേധവുമായി എത്തിയത്. മൈക്ക് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് എത്തി ആദ്യം മൈക്ക് പിടിച്ചെടുക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുകയുമായിരുന്നു. പ്രതിഷേധിക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലീസ് തടസ്സപ്പെടുത്തുകയാണെന്ന് അമ്പലപ്പാട്ട് മണികണ്ഠൻ ആരോപിച്ചു. കുനമുച്ചിയിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ദീർഘകാലം കുനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന പരേതനായ TM പോൾ മാസ്റ്ററുടെ ഭാര്യ പൗളീന നിര്യാതയായി 83 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ചൂണ്ടൽ ബേസ് ഗ്രൂപ്പ് മാനേജിംഗ് പാർട്ണറും കേരള വിഷൻ കേബിൾ ഓപ്പറേറ്ററുമായ ബാബു പോൾ, ലിസി മാത്യു, വത്സ സൈമൺ, ലതാ പ്രകാശ്, ഷീല റോബിൻ, ലീന ഷീനോ, മിനി എന്നിവർ മക്കളും മിജി മരുമകളുമാണ്. കൂനമുച്ചിയിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, TK വാസു, കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ, മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ, DYFI ജില്ലാ കമ്മിറ്റി അംഗം TA ഫൈസൽ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV സുമതി, ജനപ്രതിനിധികളായ TA മുഹമ്മദ് ഷാഫി, AM മൊയ്തീൻ, കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KV രാജൻ, TCV ഡയറക്ടർ ബൈജു ചിരിയങ്കണ്ടത്ത്, കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. CCTVക്ക് വേണ്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ KM എഡ്വിനും, സാട്രോൺ ഇലക്ട്രോണിക്സിനു വേണ്ടി മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ സമദും, കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ, കുന്നംകുളം മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് റഫീഖ് ഐനിക്കുന്നത്ത്, കേച്ചേരി മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി AS പ്രസാദ് എന്നിവർ പുഷ്പചക്രം അർപ്പിച്ചു. CCTV ചെയർമാൻ KC ജോൺസൺ, മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ KC ജോസ്, മറ്റ് ഡയറക്ടർമാരായ K മണികണ്ഠൻ, NL ജോഷി, ഷാജി V ജോസ്, PM മനോജ്, എരുമപ്പെട്ടി ഓഡിയോ വിഷൻ കേബിൾ TV നെറ്റ്വർക്കിന് വേണ്ടി ചീഫ് ടെക്നീഷ്യൻ ഭരതൻ തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിച്ചു. CCTV ന്യൂസ് കേച്ചേരി. CPM പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി സനൂപിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാളെ കൂടി അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കേസിലെ 7ാം പ്രതി ഇയാൽ ചുങ്കം രായമരക്കാർ വീട്ടിൽ ഷമീർ ആണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7ആയി. കേസിൽ നേരത്തെ പോലീസ് പ്രതി ചേർത്ത 7 പേരുടെയും അറസ്റ്റ് ഇതോടെ പൂർത്തിയായി. ACP TS സിനോജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാകാതെ മുങ്ങി നടന്നിരുന്ന ക്രിമിനൽ കേസിലെ പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. തളി മാച്ചാമ്പുള്ളി വീട്ടിൽ അസീസിനെയാണ് SI K അബ്ദുൽ ഹക്കീമിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. 2009 പോലീസിനെ ആക്രമിക്കുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ് അസീസ്. കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തിറങ്ങിയ ഇയാൾ കേസിന് ഹാജരാകാതെ പിന്നീട് മുങ്ങി നടക്കുകയായിരുന്നു. കോടതി വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. ഗുണ്ടാ ക്രിമിനൽ കേസുകളിലെ പ്രതികളെ കണ്ടെത്തുന്നതിനായി നടത്തുന്ന ഓപ്പറേഷൻ റേഞ്ചർ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. 7ാമത് CV ശ്രീരാമൻ സ്മൃതി പുരസ്കാരത്തിന് വിവേക് ചന്ദ്രന്റെ വന്യം എന്ന ചെറുകഥാ സമാഹാരം അർഹമായി. കുന്നംകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന CV ശ്രീരാമൻ ട്രസ്റ്റാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് അവാർഡ്. ഒക്ടോബർ 31 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് കുന്നംകുളം ലിവ ടവർ ഹോട്ടലിൽ ചേരുന്ന ചടങ്ങിൽ യശോദ ശ്രീരാമൻ അവാർഡ് നൽകും. കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ യോഗം ഉദ്ഘാടനം ചെയ്യും. കഥാകൃത്ത് N പ്രഭാകരൻ സ്മാരക പ്രഭാഷണം നടത്തുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ VK ശ്രീരാമൻ, സെക്രട്ടറി TK വാസു എന്നിവർ അറിയിച്ചു. കനത്ത മഴയിൽ പാടത്ത് നിറഞ്ഞ വെള്ളം ഒഴുകിപ്പോകാത്തത് കർഷകരെ വലയ്ക്കുന്നു. തിരുത്തിക്കാട് മൊയ്ക്കുളത്തിന് സമീപത്താണ് വെള്ളം കെട്ടിനിൽക്കുന്നത്. വേദക്കാട് കുതിരപ്പാടം പാടങ്ങളിൽ നിന്നുള്ള വെള്ളം മൊയ്ക്കുളത്തിന് സമീപത്തെ പാടത്തേക്കാണ് ഒഴുകിയെത്തുന്നത്. പാടത്തെ വെള്ളം തോട്ടിലൂടെ നൂറടിത്തോട്ടിലേക്കാണ് ഒഴുകിപ്പോകേണ്ടത്. എന്നാൽ നൂറടിത്തോട്ടിൽ വളരുന്ന പാഴ്ചെടികളും കുളവാഴകളും മൂലം വെള്ളം ഒഴുകിപ്പോകുന്നില്ലെന്ന് കർഷകർ പറയുന്നു. ഇതോടെ ഈ ഭാഗത്തെ മുണ്ടകൻ കൃഷി അവതാളത്തിലായി. വെള്ളക്കെട്ട് മൂലം ഇത്തവണ വൈകിയാണ് മുണ്ടകൻ കൃഷി കർഷകർക്ക് ഇറക്കാനായത്. ആദ്യം വിതച്ച ഞാറുകൾ വെള്ളത്തിൽ മുങ്ങി നശിച്ചിരുന്നു. പിന്നീട് കർഷകർ പണം നൽകി വാങ്ങി നട്ട ഞാറാണ് വെള്ളക്കെട്ടിൽ വീണ്ടും നശിക്കുന്നത്. തിരുത്തിക്കാട് ബണ്ടിലേക്ക് ജനുവരി 15-ന് വെള്ളം പമ്പ് ചെയ്യുന്നതിനാൽ അതിനു മുമ്പ് ഈ ഭാഗത്തെ കൊയ്ത്ത് പൂർത്തിയാക്കേണ്ടതുണ്ട്. മഴയും വെള്ളക്കെട്ടും മൂലം ഈ സീസണിലെ കൃഷി പൂർണ്ണമായി നശിക്കുമെന്നാണ് കർഷകനായ ദാസൻ പറയുന്നത്. ഇപ്രാവശ്യത്തെ പണി നമ്മൾ ഒരിക്കൽ മഴ പെയ്തിട്ട് നട്ടിട്ട് 4-ാം ദിവസം മഴ പെയ്യുകയും അത് കംപ്ലീറ്റ് വെള്ളത്തിൽ മുങ്ങി. അത് 20ഓളം ദിവസങ്ങൾ വെള്ളത്തിൽ മുങ്ങി കിടന്നിട്ട് വീണ്ടും വെള്ളം ഒഴിഞ്ഞ് പോയപ്പോൾ വീണ്ടും അവിടെ തന്നെ നിരത്തിയിട്ട് നടുകയുണ്ടായി. ആ നട്ടേൻ്റെ 2-ാം ദിവസം വീണ്ടും മഴയിൽ
മുങ്ങിപ്പോയി, ഇപ്പോഴും മുങ്ങിക്കെടുക്കുകയാണ്. ഇനി നമ്മൾ ഒരിക്കൽ കൂടി നമുക്കത് നട്ടിട്ട് എടുക്കാനുള്ള സമയമില്ല. ജനുവരി 15 തീയതി ബണ്ടുള്ള അടിക്കുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ കൃഷി നമ്മൾ കംപ്ലീറ്റ് കർഷകർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ശനിയാഴ്ച തുടക്കമാകും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഇത്തവണ നവരാത്രി ചടങ്ങുകൾ മാത്രമായാണ് നടത്തുക. പൂജവെപ്പിന് ഭക്തരിൽ നിന്ന് പുസ്തകങ്ങൾ സ്വീകരിക്കില്ല. കൂത്തമ്പലത്തിൽ നടക്കാറുള്ള പൂജവെപ്പ് നാലമ്പലത്തിലെ സരസ്വതി മണ്ഡപത്തിലേക്ക് മാറ്റും. ക്ഷേത്രത്തിലുള്ള ഗ്രന്ഥങ്ങളും കൃഷ്ണനാട്ടത്തിലെ ആയുധങ്ങളുമാണ് പൂജയ്ക്ക് വയ്ക്കുക. ഇത്തവണ എഴുത്തിനിരുത്തൽ ചടങ്ങുമില്ല. നവരാത്രിയോടനുബന്ധിച്ച് ഇടത്തരികത്തുകാവിൽ നിറമാലയും ചുറ്റുവിളക്കും ആരംഭിക്കും. ഏകാദശി വിളക്കുകൾ 27-ന് ആരംഭിക്കും. നവംബർ 25-നാണ് ഏകാദശി. കൃഷ്ണനാട്ടം അരങ്ങുകളിലെ വിജയദശമി ദിവസമായി 26-ന് ആരംഭിക്കും. മഹാകവിക്ക് കാവ്യാർച്ചന ചെയ്ത് കൂനമൂച്ചിയിലെ കുട്ടിക്കൂട്ടം. വെളിച്ചം ദുഃഖമാണുണി തമസലോ സുഖപ്രദം എന്ന കാവ്യവരികളിലൂടെ കേരളീയ മനസ്സിനെ ഏറെ ചിന്തിപ്പിച്ച മഹാകവി അക്കിത്തത്തിനായി കുട്ടിക്കൂട്ടം നടത്തിയ വേറിട്ട ശ്രദ്ധാഞ്ജലി ശ്രദ്ധേയമായി. കവിക്ക് ലഭിച്ച പുരസ്കാരനാമങ്ങൾ ആലേഖനം ചെയ്ത കളിമൺ ചട്ടികളിൽ പച്ചക്കറി ചെടികൾ നട്ടുകൊണ്ടാണ് പുതുതലമുറ കവിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചത്. കവിയുടെ പ്രസിദ്ധമായ കവിതകൾ സ്വന്തം കൈപ്പടയിലെഴുതി മുറ്റത്തെ മാവിൻ ചില്ലകളിൽ ചാർത്തിയും കുട്ടിക്കൂട്ടം ജ്ഞാനപീഠ ജേതാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ സ്കൂൾ അധ്യാപിക അമ്പിളി പീറ്റർ, പറപ്പൂർ സെന്റ് ജോൺസ് സ്കൂൾ അധ്യാപകൻ TJ വിജു, തൃശൂർ അതിരൂപത CLC പ്രസിഡന്റ് ജോമി ജോൺസൺ, മാധ്യമപ്രവർത്തകനായ PJ ബിജോയ് എന്നിവർ കവിയുടെ സ്മരണകൾ പങ്കുവച്ചു. കവിയുടെ പ്രസിദ്ധമായ കവിതകൾ അനന്യ ആലപിച്ചു. കവിക്ക് ലഭിച്ച പുരസ്കാരങ്ങളെ മിന്ന ഡൊമിനിക് പരിചയപ്പെടുത്തി. ശ്രേയസ് കൂട്ടായ്മ കോർഡിനേറ്റർ PJ സ്റ്റൈജു, അമൃത, സന, ഡാനി എന്നിവർ സ്മരണാഞ്ജലിക്ക് നേതൃത്വം നൽകി. കൂനമുച്ചിയിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ശ്രേയസ്. CCTV ന്യൂസ്, കേച്ചേരി. കേന്ദ്രാവിഷ്കൃത അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുരുവായൂർ നഗരസഭ 62 ലക്ഷം രൂപ ചെലവിട്ട് ബ്രഹ്മകുളത്ത് നിർമ്മിച്ച കുട്ടികളുടെ പാർക്ക് മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ നാമധേയത്തിൽ നിർമ്മിച്ചിരുന്ന പാർക്കിൽ 15 ലക്ഷം രൂപയുടെ കളി ഉപകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ ഓപ്പൺ സ്റ്റേജ്, ഗ്രീൻ റൂം, ശുചീകരണ മുറികൾ, നടപ്പാത, പുൽത്തകിടി എന്നിവയുമുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ പാർക്ക് തുറന്നുകൊടുത്തിട്ടില്ല. ഓൺലൈൻ വഴിയാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷത വഹിച്ചു. KV അബ്ദുൽ ഖാദർ MLA മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ M രതി, വൈസ് ചെയർമാൻ അഭിലാഷ് V ചന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TS ഷെനിൽ, MA ഷാഹിന, സെക്രട്ടറി AS ശ്രീകാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കിയതിന്റെ ഭാഗമായി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കിയതായി വടക്കേക്കാട് SHO M സുരേന്ദ്രൻ അറിയിച്ചു. തൊഴിലാളികളെ കൊണ്ടുവരുന്നവർ അവരുടെ രേഖകൾ വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണമെന്നും നിർബന്ധമായും 7 ദിവസം ക്വാറന്റൈനിൽ കഴിയാനുള്ള സൗകര്യം ഒരുക്കി നൽകണം. സ്റ്റേഷനിൽ നിന്ന് ഏജന്റുമാർ ID കാർഡ് കൈപ്പറ്റണം. തിരിച്ചറിയൽ കാർഡ് ഇല്ലാത്തവരെ ജോലിയിൽ പ്രവേശിപ്പിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളിൽ ഒരാൾക്ക് ഒരു ശുചിമുറി നിർബന്ധമാണെന്നും തൊഴിലാളികളുടെ സ്പോൺസർമാർ ആരോഗ്യവകുപ്പിന്റെ അംഗീകാരം വാങ്ങിയ ശേഷമേ ഇവരെ താമസിപ്പിക്കാവൂ എന്നും SHO പറഞ്ഞു. നിയമലംഘനം നടത്തുന്ന കെട്ടിട ഉടമയ്ക്കും സ്പോൺസർമാർക്കും എതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വാഗ്ദാനങ്ങൾ ജലരേഖയാക്കിയ പിണറായി സർക്കാരിനെതിരെ ജനതാദളിന്റെ വേറിട്ട സമരം. ജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗം മനോജ് കടമ്പാട്ടിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പുഴയിൽ വഞ്ചി തുഴഞ്ഞാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി പുഴ പാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച വഞ്ചി തുഴയൽ സമരം കുമ്മായച്ചിറ പരിസരത്ത് സമാപിച്ചു. തുടർന്ന് പിണറായി വിജയന്റെ കോലം പ്രവർത്തകർ പുഴയിൽ മുക്കിത്താഴ്ത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജു നെല്ലിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. മനോജ് കടമ്പാട്ട്, ഉണ്ണിക്കുട്ടൻ കരുമത്ര തുടങ്ങിയവർ സംസാരിച്ചു. പുഴയിലെ കൗതുക സമരം പകർത്താൻ ആളുകളും കൂടി. പാലത്തിനു മുകളിൽ മൊബൈൽ ക്യാമറകളും നിരന്നു. ഇവരെ പോലീസ് എത്തി നിയന്ത്രിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പപ്പടം മുതൽ ഫ്ളാറ്റ് വരെ തട്ടിപ്പ് നടത്തിയ പിണറായി വിജയനെ ജലത്തിൽ മുക്കി ജലരാഗിയായ അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനം, അദ്ദേഹത്തെ ജലത്തിൽ മുക്കി ഗംഗാ നദിയിൽ സ്നാനം ചെയ്യുന്നത് പോലെ അദ്ദേഹത്തെ ജലത്തിൽ മുക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനം ജലരാഗിയായി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കാലുതെറ്റി പൊട്ടക്കിണറ്റിൽ വീണ വയോധികയെ ജീവൻ പണയം വെച്ച് രക്ഷപ്പെടുത്തിയ കാണിപ്പയൂർ അമ്പലത്തിങ്കൽ സന്തോഷിനെ KPCC ന്യൂനപക്ഷ വകുപ്പ് കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു.
കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ സന്തോഷിനെ മൊമന്റോ നൽകി ആദരിച്ചു. KPCC ന്യൂനപക്ഷ വകുപ്പ് കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റി ചെയർമാൻ ജോബി മേക്കാട്ടുകുളം അധ്യക്ഷനായിരുന്നു. ജില്ലാ കൺവീനർ KV ഗീവർ സംബന്ധിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 7 മണിയോടെയാണ് 72കാരിയായ കമലു കാല് തെറ്റി വീടിനോട് ചേർന്നുള്ള പൊട്ടക്കിണറ്റിൽ വീണത്. ശബ്ദം കേട്ട് സമീപത്തെ റോഡിലുണ്ടായിരുന്ന സന്തോഷ് ഓടിവന്ന് രക്ഷപ്പെടുത്താനായി കിണറ്റിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ കിണറ്റിലേക്ക് കയറിട്ടു നൽകി. 3/4 മണിക്കൂറോളം വയോധികയെ വെള്ളത്തിൽ നിന്നും ഉയർത്തിപ്പിടിച്ച് സന്തോഷ് കയറിൽ പിടിച്ചുനിന്നു. ഇടുങ്ങിയ റോഡായതിനാൽ ഫയർഫോഴ്സിന് തക്ക സമയത്ത് സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീടെത്തിയ ഫയർഫോഴ്സ് വയോധികയെ കിണറ്റിൽ നിന്നും പുറത്തേക്ക് കയറ്റി. വീഴ്ചയിൽ കാലിന് പരിക്കുപറ്റിയതിനെ തുടർന്ന് ഇവരെ കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റുകയായിരുന്നു. CCTV ന്യൂസ് കുന്നംകുളം. എരുമപ്പെട്ടി കുന്നത്തേരിയിൽ ഇറച്ചിക്കോഴി കടയ്ക്ക് നേരെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം. 10ലധികം കോഴികളെ കൊന്നു നശിപ്പിച്ചു. എരുമപ്പെട്ടി സ്വദേശി ഷെഫീറിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രണ്ട്സ് ചിക്കൻ സെന്ററിന് നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആക്രമണം നടന്നത്. കൂട്ടിൽ അടച്ചിരുന്ന കോഴികളെ കൊന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ നിലയിലാണ്. പുലർച്ചെ ഉടമസ്ഥൻ കട തുറക്കാൻ എത്തിയപ്പോഴാണ് സംഭവം കണ്ടത്. എരുമപ്പെട്ടി ASI സന്തോഷ് ദേവസിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ചൊവ്വന്നൂർ പട്ടികജാതി കോളനിയിൽ 9 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പകൽ വീടിന്റെ ഉദ്ഘാടനം നടന്നു. കോളനി പരിസരത്ത് നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA പകൽ വീടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോളനിയിലെ 30ഓളം കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള വിശ്രമ കേന്ദ്രത്തിൽ ഇരിപ്പിടങ്ങൾ, അടുക്കള, ടോയ്ലറ്റ്, TV എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ബ്ലോക്ക് പ്രസിഡന്റ് AV സുമതി അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG പ്രമോദ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉഷ പ്രഭുകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PK കൗസല്യ, ഗീത സതീശൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുൽഫത്ത് ബക്കർ, PA മുസ്തഫ എന്നിവർ സംസാരിച്ചു. കോൾപ്പാടങ്ങളിൽ പുഞ്ചകൃഷിക്ക് ഒരുക്കങ്ങൾ തുടങ്ങുന്നതിനിടെ ഞാറു നടാൻ തൊഴിലാളികളെ കിട്ടുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. കാലങ്ങളായി മേഖലയിലെ കോൾപ്പാടങ്ങളിൽ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഞാറു നടുന്നത്. എന്നാൽ കോവിഡ് വ്യാപനം മൂലം തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങിയതാണ് കർഷകരെ ആശങ്കയിലാക്കിയത്. കാട്ടകമ്പൽ, കടവല്ലൂർ, പോർക്കുളം മേഖലകളിലായി 1000-ലേറെ ഏക്കർ സ്ഥലത്താണ് പുഞ്ചകൃഷി ചെയ്യുന്നത്. തൊഴിലാളി ക്ഷാമം പരിഹരിക്കാനായി യന്ത്രവൽകൃത ഞാറുനടീലിന്റെ സാധ്യതകൾ കോൾപ്പടവ് സംഘങ്ങൾ ആലോചിക്കുന്നുണ്ട്. യന്ത്രസഹായത്തോടെ അതിവേഗം ഞാറുനടിയിൽ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. സാധാരണ മുണ്ടകൻ കൃഷി ചെയ്യുന്ന പാടങ്ങളിലാണ് കൂടുതലും യന്ത്രവൽകൃത ഞാറുനടിയിൽ നടക്കാറുള്ളത്. കോൾപ്പാടങ്ങളിൽ ചെളി കൂടുതലുള്ളതിനാൽ ഞാറുനടിയിൽ യന്ത്രം ചെളിയിൽ താഴ്ന്നു പോകുന്നതാണ് പ്രശ്നം. എന്നാൽ ആധുനിക ഞാറുനടിയിൽ യന്ത്രം കോൾപ്പാടങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് കർഷകർ. തുലാമഴ കുറയുന്നതോടെ പുഞ്ചകൃഷിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങാനുള്ള ശ്രമത്തിലാണ് കോൾ സംഘങ്ങൾ. CCTV ന്യൂസ് പെരുമ്പിലാവ്. UPയിലെ ഹത്രാസിൽ കൊടും പീഡനത്തിനിരയാക്കി കൊന്നുകളഞ്ഞ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടും സംഭവത്തിൽ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കയ്യേറ്റം ചെയ്ത പോലീസിന്റെ അതിക്രമത്തിനെതിരെയും കുന്നംകുളം നിയോജക മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. കുന്നംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബീന രവിശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ അധ്യക്ഷയായിരുന്നു. സംസ്ഥാന സെക്രട്ടറിമാരായ വനജ ഭാസ്കരൻ, സോയ ജോസഫ്, ജില്ലാ ഭാരവാഹികളായ സ്മിത ഷാജി, ഷിജി ജാക്സൺ, നിയോജക മണ്ഡലം ഭാരവാഹികളായ മിനി മോൺസി, കവിത പ്രേംരാജ്, ബീന ലിബിനി, കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് ലീല ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പൊന്നാനി ഗുരുവായൂർ സംസ്ഥാന പാതയിലെ കാന മൂടാത്തത് അപകടങ്ങൾക്കിടയാക്കുന്നു. ആൽത്തറ, പുന്നൂക്കാവ്, AEO മാവിൻചുവട് ഭാഗങ്ങളിലെ കാനയാണ് അപകട ഭീഷണിയാകുന്നത്. പരാതി നൽകിയിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വീതി കുറഞ്ഞ റോഡിന്റെ ഒരു വശത്ത് കാന നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ സ്ലാബിട്ട് മൂടിയിട്ടില്ല. ചെടികളും പുല്ലും നിറഞ്ഞതോടെ കാന കാണാൻ കഴിയാത്തതാണ് പല അപകടങ്ങൾക്കും ഇടയാക്കുന്നത്. കഴിഞ്ഞ ദിവസം എതിരെ വന്ന വാഹനത്തിന് വശം നൽകുന്നതിനിടെ കാർ കാനയിലേക്ക് മറിഞ്ഞ് അപകടം സംഭവിച്ചിരുന്നു. കാന മൂടാത്തതിനാൽ ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതും പതിവായിരിക്കുകയാണ്. ഇതുമൂലം തെരുവു നായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ്. പകൽ പോലും ഏറെക്കുറെ വിജനമായ റോഡിൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യം വർദ്ധിക്കുന്നതായും പരാതിയുണ്ട്. ഇവിടെ പോലീസ് നിരീക്ഷണം ശക്തമാക്കണമെന്നും കാനയ്ക്ക് സ്ലാബിട്ട് മൂടണമെന്നും ആവശ്യം ശക്തമാണ്. കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ എത്തിക്കാനായി KPSTA നടപ്പിലാക്കുന്ന ഗുരുസ്പർശം പരിപാടിയുടെ യൂണിറ്റ് തല ഉദ്ഘാടനം പുലിയന്നൂർ സെന്റ് തോമസ് UP സ്കൂളിൽ നടന്നു. പ്രധാനാധ്യാപിക ശോഭന ടീച്ചറുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് റൂറൽ സഹകരണ സംഘം പ്രസിഡന്റ് PN അനിൽ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. KPSTA സംസ്ഥാന കൗൺസിൽ അംഗം PN ഗോപാലകൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. സീനിയർ അധ്യാപിക ലൂസി ടീച്ചർ നന്ദി രേഖപ്പെടുത്തി. ചടങ്ങിൽ 10 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു.
കേര കർഷകരുടെ ഉന്നമനത്തിനായി കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ പണികഴിപ്പിച്ച ആർത്താറ്റ് നാളികേര ഉൽപാദക ഫെഡറേഷൻ നാടിന് സമർപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ PM സുരേഷ് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ സുമാ ഗംഗാധരൻ, KK ആനന്ദൻ, ഗീത ശശി, KK മുരളി, മിഷ സെബാസ്റ്റ്യൻ, നാളികേര ഉൽപാദക ഫെഡറേഷൻ പ്രസിഡന്റ് ശശി തുടങ്ങിയവർ സംസാരിച്ചു. പഴയ ആർത്താറ്റ് പഞ്ചായത്ത് കുന്നംകുളം നഗരസഭയുടെ 32-ാം വാർഡിൽ കൈമാറിയ 14 സെന്റ് സ്ഥലത്താണ് 54.3 ചതുരശ്ര മീറ്ററിൽ വ്യവസായ ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റുമതിലും ഷെഡും ഉൾപ്പെടെ 10 ലക്ഷം രൂപയ്ക്കാണ് നാളികേര ഉൽപാദക ഫെഡറേഷൻ നിർമ്മിച്ചിട്ടുള്ളത്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്നതിനായാണ് വ്യവസായ ഷെഡ് നിലവിൽ നഗരസഭ അനുവദിച്ചിട്ടുള്ളത്. ചുമർചിത്രാചാര്യൻ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരുടെ സ്മരണാർത്ഥം മമ്മിയൂർ ദേവസ്വം നൽകി വരാറുള്ള പുരസ്കാരം പ്രശസ്ത മിഴാവ് കലാകാരൻ പാണിവാദരത്നം പ്രൊഫസർ കലാമണ്ഡലം ഈശ്വരനുണ്ണിക്ക് ശനിയാഴ്ച സമ്മാനിക്കും. ചെറുതുരുത്തിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ രാവിലെ 10-ന് മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ K മുരളി പുരസ്കാരം നൽകും. നേരത്തെ നവരാത്രി നൃത്ത സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നൽകാനായിരുന്നു തീരുമാനം. COVID-19 പശ്ചാത്തലത്തിലാണ് തീരുമാനം മാറ്റിയതെന്ന് ദേവസ്വം ട്രസ്റ്റി ബോർഡ് മെമ്പർ P സുനിൽകുമാർ, ഏറാൾപ്പാട് രാജ PK രാജ, എക്സിക്യൂട്ടീവ് ഓഫീസർ VK ഓമനക്കുട്ടൻ എന്നിവർ അറിയിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിലെ 17-ാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ വാർഡ് മെമ്പറെ ആദരിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം തങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങളും സ്നേഹോപദേശങ്ങളും നൽകി തങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച വാർഡ് മെമ്പർ MK ആന്റണിയെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ആദരിച്ചത്. പയ്യൂർ മനയിൽ നടന്ന ചടങ്ങിൽ ബേബി ജോസ് അധ്യക്ഷതയായി. വാർഡ് വികസന സമിതി അംഗങ്ങളായ മനോഹരൻ മാനത്തിൽ, മോഹൻദാസ് പയ്യൂർ, പയ്യൂർ മനയിലെ പരമേശ്വരൻ നമ്പൂതിരി, സുമംഗല സദാനന്ദൻ, ജയന്തി അനിലൻ, സ്മിത ഷാജി, സുധാ ബാബു, റോസി ജോൺസൺ, രുക്മിണി മാരാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് വികസന സമിതി അംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്ന് മെമ്പർ ആന്റണിക്ക് മൊമന്റോ സമ്മാനിച്ചു. മറുപടി പ്രസംഗം നടത്തിയ ആന്റണി വികാരാധീനനായി വിതുമ്പി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സ്നേഹത്തിനും സഹകരണത്തിനും അദ്ദേഹം നന്ദി അറിയിച്ചു. ചടങ്ങിന് ശേഷം സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. കോവിഡ് പോസിറ്റീവ് കൂടുതലായി സ്ഥിരീകരിച്ച ചൂണ്ടൽ പഞ്ചായത്തിൽ 14-ാം വാർഡിൽ ആയുർവേദ മരുന്നുകൾ എത്തിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശത്തെ മുഴുവൻ കുടുംബങ്ങൾക്കും ഭക്ഷ്യവസ്തുക്കളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനു വേണ്ടി പച്ചക്കറി, പലചരക്ക് സാധനങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ വിതരണം ചെയ്തിരുന്നു. അതിനു പുറമെയാണ് ചൂണ്ടൽ ആയുർവേദ ഫാർമസിയിൽ നിന്ന് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചവർക്കും നിരീക്ഷണത്തിലിരിക്കുന്നവർക്കും ആവശ്യമായ ആയുർവേദ മരുന്നുകൾ എത്തിച്ചു നൽകി മാതൃകയായത്. യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് മുബാറക് കേച്ചേരിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം മുൻ പ്രസിഡന്റ് നജീബ് നാലകത്ത്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ സുധീർ മുഹമ്മദ്, അബ്ദുൾ സലാം, മുഹമ്മദ് ഹാഷിം, ബഷീർ എന്നിവരും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പങ്കെടുത്തു. കരുതലിന്റെയും സ്നേഹത്തിന്റെയും രുചിക്കൂട്ടുകൾ ചേർത്ത് മറ്റം സെന്റ് മേരീസ് CLP സ്കൂളിലെ കുട്ടി പാചകറാണിമാർ ലോക ഭക്ഷ്യദിനം ആചരിച്ചു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പോഷകമൂല്യമുള്ള ഭക്ഷണ വിഭവങ്ങൾ വൈവിധ്യം കൊണ്ടും രുചിഭേദം കൊണ്ടും ശ്രദ്ധേയമായി. പോഷകഗുണം ഒട്ടും പോകാതെ തന്നെ അമ്മമാർ തയ്യാറാക്കിയ കാരറ്റ്, ബീട്രൂട്ട് ദോശകൾ, ഊത്തപ്പം, മുരിങ്ങയിലെ വിഭവങ്ങൾ, ഹെൽത്തി ജ്യൂസ്, ബനാന ലഡു, വിവിധ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള കോഴിക്കൊട്ടകൾ, വിറ്റാമിൻ C അടങ്ങിയ വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ, മുളപ്പിച്ച ചെറുപയർ കൊണ്ടുള്ള സ്വാദേറിയ വിഭവങ്ങൾ തുടങ്ങി നിരവധി രുചിയേറും വിഭവങ്ങൾ ഭക്ഷ്യമേളയിലെ ആകർഷകങ്ങളായിരുന്നു. COVID-19 പശ്ചാത്തലത്തിൽ വിദ്യാലയങ്ങൾ തുറന്നിട്ടില്ലെങ്കിലും ഓരോ ദിനാചരണങ്ങളും അതിന്റെ പ്രാധാന്യത്തോടും വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെയും കുട്ടികളിലേക്കും രക്ഷിതാക്കളിലേക്കും എത്തിക്കുവാൻ വിദ്യാലയത്തിലെ അധ്യാപകർ പ്രത്യേക ശ്രദ്ധയാണ് പുലർത്തുന്നത്. ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ നിന്ന് മാറി പോഷകമൂല്യമുള്ള നാടൻ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിലൂടെ ശരീരത്തിന് രോഗപ്രതിരോധശേഷി കൈവരുന്നതിനോടൊപ്പം വളർന്നുവരുന്ന തലമുറയെ പുതിയൊരു ഭക്ഷ്യ സംസ്കാരം വളർത്തിയെടുക്കുവാൻ ഇത്തരം ദിനാചരണങ്ങൾ സഹായകമാകുന്നുവെന്ന് പ്രധാന അധ്യാപിക C. അഞ്ജലി അരിമ്പൂർ അഭിപ്രായപ്പെട്ടു. ഓൺലൈൻ രുചിമേളത്തിന് 4ാം ക്ലാസ് അധ്യാപകരായ പ്രിസി ടീച്ചർ, നിസ്മി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. ലോക ഭക്ഷ്യദിനത്തിന്റെ ഭാഗമായി ആർട്ടിസ്റ്റ് ജെയ്സൺ ഗുരുവായൂർ വരച്ച ചിത്രം ശ്രദ്ധേയമാകുന്നു. പട്ടിണിയിൽ കഴിയുന്ന അമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും ചിത്രം കാഴ്ചക്കാരിൽ ഒരുപാട് ചിന്തകൾക്ക് ഇട നൽകുന്നു. പട്ടിണി എന്ന ഭീകരാവസ്ഥയെക്കുറിച്ച് എഴുതുന്ന 1000 വാക്കുകളേക്കാൾ വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ ചിത്രം കാഴ്ചക്കാർക്ക് നൽകുന്നത്. വിശപ്പ് ഇവർ മറന്നുപോയിരിക്കാം, ആഹാരം കഴിക്കുന്നവർക്കല്ലേ വിശപ്പറിയൂ എന്ന കുറിപ്പോടെ ഫേസ്ബുക്കിലാണ് ജെയ്സൺ ഗുരുവായൂർ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സമൂഹത്തിന് സന്ദേശം നൽകുന്ന ഒരുപാട് ചിത്രങ്ങൾ ജെയ്സൺ ഇതിനു മുമ്പും ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. സിനിമാ, നാടക മേഖലകളിൽ കലാസംവിധായകനായി പ്രവർത്തിച്ചു വരുന്നു. ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജിനു വേണ്ടി ജെയ്സൺ ഗുരുവായൂർ സംവിധാനം നിർവഹിച്ച മഞ്ഞ എന്ന നാടകം ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്.
ചാവക്കാട് നഗരസഭയുടെ ജനകീയ ഹോട്ടൽ നഗരസഭാ ബസ് സ്റ്റാൻഡ് പരിസരത്ത് MLA KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 12 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഹോട്ടൽ ആരംഭിച്ചിരിക്കുന്നത്. 20 രൂപയ്ക്ക് ഉച്ചഭക്ഷണം ജനകീയ ഹോട്ടലിൽ നിന്ന് ലഭിക്കും. കൂടാതെ പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്നതിന് നഗരസഭ സംവിധാനമൊരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്താകെ 1000 ഹോട്ടലുകൾ ഇങ്ങനെ ആരംഭിക്കും എന്നുള്ള പ്രഖ്യാപനം പക്ഷേ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സസന്തോഷമാണ് സ്വീകരിച്ചത്. കാരണം വിലക്കയറ്റം കൊണ്ടും സാമൂഹിക പ്രശ്നങ്ങൾ കൊണ്ടും പ്രയാസമനുഭവിക്കുന്ന നമ്മുടെ നാട്ടിലെ തൊഴിലാളികളും സാധാരണ മനുഷ്യരും സർക്കാരിൻ്റെ ഈ മാതൃകാപരമായ തീരുമാനത്തെ അങ്ങേയറ്റം ആഹ്ലാദത്തോടെയാണ് സ്വീകരിച്ചത്. നഗരസഭ കൈരളി കുടുംബശ്രീ യൂണിറ്റാണ് ജനകീയ ഹോട്ടൽ നടത്തുന്നത്. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ജനകീയ ഹോട്ടലിൽ ആധുനിക രീതിയിലുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. സൌജന്യമായാണ് നഗരസഭാ കെട്ടിടം അനുവദിച്ചിട്ടുള്ളത്. നഗരസഭാ ചെയർമാൻ NK അക്ബർ അധ്യക്ഷനായി. നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് ചെയർപേഴ്സൺ മഞ്ജുഷ സുരേഷ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ MB രാജലക്ഷ്മി, വാർഡ് കൌൺസിലർ ബുഷറ ലത്തീഫ്, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജ്യോതിഷ് കുമാർ, നഗരസഭ CDS ചെയർപേഴ്സൺ പ്രീജ ദേവദാസ്, നഗരസഭ കുടുംബശ്രീ പ്രൊജക്ട് ഓഫീസർ CN ലളിത എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് ചാവക്കാട്. കൊരട്ടിക്കര മലബാർ സ്വതന്ത്ര സുറിയാനി പള്ളി പെരുന്നാൾ ആഘോഷിച്ചു. സഭാ സ്ഥാപക പിതാവായ അബ്രഹാം മാർ കുർലോസ് ബാവയുടെ നാമത്തിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട കൊരട്ടിക്കര മാർ കുർലോസ് ബാവ ഇടവക ദേവാലയത്തിലെ പ്രധാന പെരുന്നാളാണ് ബുധൻ വ്യാഴം ദിവസങ്ങളിലായി ആഘോഷിച്ചത്. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് സഭാ മേലധ്യക്ഷൻ മോറോൻ മോർ സിറിൽ മാർ പെസേലിയസ് മെത്രാപൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സന്ധ്യാനമസ്കാരവും വിശുദ്ധ കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും പള്ളിക്ക് ചുറ്റും പെരുന്നാൾ റാസയും ശ്ലൈഹിക വാഴ്വും ധൂപ പ്രാർത്ഥനയും ഉണ്ടായി. സർക്കാർ നിർദ്ദേശങ്ങളനുസരിച്ച് COVID-19 പ്രോട്ടോകോൾ പ്രകാരമായിരുന്നു ആഘോഷ പരിപാടികൾ. ഇടവക വികാരി ഫാദർ വർഗീസ് കുത്തൂർ, സെക്രട്ടറി ജോമോൻ ബാബു, ട്രസ്റ്റി ബാബു മേക്കാട്ടുകുളം എന്നിവരടങ്ങിയ കമ്മിറ്റി പെരുന്നാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ഹത്രാസിലെ പെൺകുട്ടിക്ക് നീതി ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മറ്റം BSNL ഓഫീസിന് മുൻപിൽ സത്യാഗ്രഹ സമരം നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ DCC സെക്രട്ടറി V വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. അനിത ശിവാനന്ദൻ, ഗിരിജ, അൽഫോൺസ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് NA നൌഷാദ് എന്നിവർ സംസാരിച്ചു. വേലൂർ പഞ്ചായത്ത് വൃദ്ധ വികലാംഗ കെട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് ഷെർലി ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷോബി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന രാമചന്ദ്രൻ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ ഡെയ്സി ഡേവിസ്, ഷീബ ഗോപിനാഥ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV സുമതി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KG പ്രമോദ് അധ്യക്ഷനായി. നിർമ്മാണം പൂർത്തിയാക്കിയ പന്നിശ്ശേരി ശ്രീകൃഷ്ണ കോളേജ് റോഡ് കാന നിർമ്മാണം, തിരുവത്ര കോളനിയിൽ 2 ഘട്ടങ്ങളിലായി നിർമ്മിച്ച പാർശ്വഭിത്തി, കണ്ടിക്കുളം തടയണ എന്നിവയാണ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ പ്രഭുകുമാർ, അംഗങ്ങളായ ജെയ്സൺ ചാക്കോ, PK കൗസല്യ, ഗീത സതീശൻ, പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PV നിവാസ് എന്നിവർ സംസാരിച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വ്യാപാരം നിലച്ച ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തെ വ്യാപാരികളുടെ പ്രതിസന്ധികൾ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ സായാഹ്ന ധർണ നടത്തി. ഗുരുവായൂർ ട്രേഡേഴ്സ് കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മഞ്ജുളാൽ പരിസരത്ത് നടത്തിയ ധർണ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം ചെയർമാൻ ലൂക്കോസ് തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. ട്രേഡേഴ്സ് കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് PI ആൻഡോ അധ്യക്ഷത വഹിച്ചു. TK പരമേശ്വരൻ, സുനിൽ ബാലകൃഷ്ണൻ, AB ഷാജി, തോംസൺ വെള്ളറ, TK ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ദീർഘകാല വായ്പകൾ അനുവദിക്കുക, ലൈസൻസ് ഫീ, തൊഴിൽ നികുതി, ബിൽഡിംഗ് ടാക്സ് എന്നിവ അടുത്ത വർഷത്തേക്ക് വകയിരുത്തുക, ഇലക്ട്രിസിറ്റി ബില്ലിൽ കിഴിവ് അനുവദിക്കുക, കെട്ടിടങ്ങളുടെ വാടക ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. വിമൻ ജസ്റ്റിസ് സംസ്ഥാന പ്രസിഡന്റും വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായ ജബീന ഇർഷാദിന് നേരെ വധഭീഷണിയും ബലാത്സംഗ ഭീഷണിയും ഉയർത്തി അശ്ലീല ഭാഷയിൽ കത്തയച്ചവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിമൻ ജസ്റ്റിസ് കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പെരുമ്പിലാവ് ജംഗ്ഷനിലും അക്കിക്കാവിലുമായി പ്രതിഷേധ ജ്വാല തീർത്തു പ്രതിഷേധിച്ചു. വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MA കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ജസ്റ്റിസ് വിമൻസ് ജസ്റ്റിസ് ജില്ലാ കമ്മിറ്റി അംഗം ഷമീറ നാസർ അധ്യക്ഷത വഹിച്ചു. ഫിദ MM, S ജമീല, MH ജാസ്മിൻ, സൈദ നൂറു, റസിയ CM, താഹിറ നൌഷാദ്, KPO സുമയ്യ, ലമ്യ KS എന്നിവർ സംസാരിച്ചു.
പോർക്കുളത്ത് കഞ്ചാവുമായി യുവാവിനെ പിടികൂടിയ സംഭവം പ്രതി ശ്രീജിത്തിന്റെ വീട് നിലനിൽക്കുന്ന പ്രദേശം സംബന്ധിച്ച മാധ്യമങ്ങളിൽ വന്ന വാർത്തകളിൽ പിശകുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ രംഗത്ത്. കരുവാൻപടിയിൽ അല്ല പ്രതിയുടെ വീട് എന്നും തൊട്ടപ്പുറത്തെ പ്രദേശത്താണ് ഇയാൾ താമസിക്കുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ജില്ലയിൽ കൊലപാതകവും ക്രിമിനൽ കേസുകളും കൂടിവരുന്ന പശ്ചാത്തലത്തിൽ പോലീസ് നടത്തിയ ഓപ്പറേഷൻ റേഞ്ചറിന്റെ ഭാഗമായാണ് പോർക്കുളത്ത് റെയ്ഡ് നടത്തി കഞ്ചാവും വെരുകുമായി ശ്രീജിത്തിനെ പിടികൂടിയത്. വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത കേസിൽ റിമാൻഡിലായ ശ്രീജിത്ത് നേരത്തെ CCTV പെരുമ്പിലാവ് ബ്യൂറോ റിപ്പോർട്ടർ ഹരി ഇല്ലത്തിനെ ആക്രമിച്ച കേസിലും പ്രതിയാണ്. ഇത് കോളനിയിലാണ്, അതായത് പട്ടികജാതി വിഭാഗ കോളനിയും അതിൻ്റെ തൊട്ട് പട്ടികജാതി വിഭാഗത്തിൻ്റെ ശ്മശാനവും ഉൾപ്പെടുന്ന കോളനിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കരുവാമ്പടി പ്രദേശത്തിനെ കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ വരുമ്പോൾ ഈ കരുവാമ്പടി പ്രദേശ നിവാസികളായ ഞങ്ങൾക്ക് അതിൽ അതിയായ അമർഷമുണ്ട്. കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിതനായ അഡ്വക്കേറ്റ് KS ബിനോയിയെ ഡിവൈഎഫ്ഐ കുന്നംകുളം സൗത്ത് മേഖലാ കമ്മിറ്റി ആദരിച്ചു. അഡ്വക്കേറ്റ് KS ബിനോയിയുടെ വസതിയിലെത്തിയാണ് പ്രവർത്തകർ ആദരിച്ചത്. ഡിവൈഎഫ്ഐ കുന്നംകുളം ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി CK ലിജീഷ്, സൗത്ത് മേഖലാ സെക്രട്ടറി PK ഷബീർ, മേഖലാ പ്രസിഡന്റ് ഷൈജിത്ത്, ട്രഷറർ അക്ഷയ്, മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അനൂപ്, ശ്രീരാഗ് ചെമ്മണ്ണൂർ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി ചുറ്റുവിളക്കുകൾ ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായി ദേവസ്വത്തിലെ വിരമിച്ച ജീവനക്കാരുടെ ഏക സംഘടനയായ ഗുരുവായൂർ ദേവസ്വം പെൻഷനേഴ്സ് അസോസിയേഷൻ വിളക്കുകൾ ആരംഭിക്കുന്നതിന്റെ തലേന്ന് നടത്തുന്ന വിളംബര ആഘോഷം ഒക്ടോബർ 26 വൈകിട്ട് പതിവ് ചടങ്ങുകളോടെ നടത്താൻ നിശ്ചയിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. കോവിഡ് വ്യാപനത്തിന്റെയും ആൾക്കൂട്ട നിയന്ത്രണങ്ങളുടെയും പശ്ചാത്തലത്തിൽ പതിവുള്ള നാമജപ ഘോഷയാത്ര ഉപേക്ഷിച്ചിട്ടുണ്ട്. ദീപാലങ്കാരങ്ങൾ, ഗണപതി പൂജ, കേളി തുടങ്ങിയ ചടങ്ങുകൾ കോവിഡ് നിയന്ത്രണങ്ങളോടെ നടത്തുമെന്ന് പ്രസിഡന്റ് MK നാരായണൻ നമ്പൂതിരി, സെക്രട്ടറി ശിവദാസ് മൂത്തേടത്ത് എന്നിവർ പറഞ്ഞു. പേപ്പറിലും ചുവരുകളിലും ക്യാൻവാസിലുമുള്ള ചിത്രരചനകൾ കണ്ട നമുക്ക് മുന്നിൽ കൂണിൽ ചിത്രരചന നടത്തിയാണ് കൃഷ്ണൻകുട്ടി ശ്രദ്ധേയമാകുന്നത്. മരത്തിലുണ്ടാകുന്ന ചെവിയുടെ ആകൃതിയിലുള്ള ചെപ്പിക്കൂണുകളിലും തൊടികളിലുണ്ടാകുന്ന കൂണുകളിലുമാണ് കൃഷ്ണൻകുട്ടി മനോഹര ചിത്രങ്ങൾ ഒരുക്കുന്നത്. സൃഷ്ടികൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് ജനശ്രദ്ധയാകർഷിച്ചതും കൂൺ ചിത്രങ്ങൾക്ക് ആവശ്യക്കാരേറിയതും. സ്കൂൾ കാലഘട്ടത്തിൽ നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയിട്ടുള്ള തനിക്ക് വീട്ടുകാരും കൂട്ടുകാരും മികച്ച പിന്തുണയേകുന്നുണ്ടെന്നും വ്യത്യസ്തത ആഗ്രഹിച്ചാണ് ചിത്രങ്ങൾ വരയ്ക്കാൻ കൂണുകൾ തിരഞ്ഞെടുത്തതെന്നും കൃഷ്ണൻകുട്ടി പറഞ്ഞു. എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണമല്ലോ എന്ന് തോന്നിയിട്ടാണ് ഈ മഷ്റൂം ഞാൻ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഇത് വളരെ കട്ടിയുള്ള സാധനമാണ്, പിന്നെ ഒരുപാട് കാലം ഈട് നിൽക്കും. ഇതിനെ ഒന്ന് കഴുകി ചുടുവെള്ളത്തിൽ ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കൃമികളൊക്കെ ചത്തുപോകും. അങ്ങനത് ഒരുപാട് കാലം നമുക്ക് ഷോക്കേസിൽ വെക്കാനും അത് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്, ഇതിൽ വരച്ചത് തരുമോ. ഞാൻ പല ആൾക്കാർക്കും ഈ ചിത്രങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ കൊണ്ടുപോയവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയാറ്. വീടുകളിലെ ഷോക്കേസുകളിൽ അലങ്കാര വസ്തുവായി വയ്ക്കുവാൻ നിരവധി പേർ കൂൺ ചിത്രങ്ങൾ വാങ്ങാൻ വരുന്നുണ്ട്. ഇതിലൂടെയുള്ള വരുമാനം കൊണ്ട് അല്ലലില്ലാതെ ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടെന്നും എടപ്പാൾ സ്വദേശിയായ കൃഷ്ണൻകുട്ടി എന്ന കലാകാരൻ പറയുന്നു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിലെ മോർ യാക്കോബ് മഫസ്കോ യൂത്ത് അസോസിയേഷൻ പൾസ് ഓക്സിമീറ്റർ നൽകി. വീടുകളിൽ കഴിയുന്ന രോഗികളുടെ ഓക്സിജന്റെ അളവ്, പൾസ് എന്നിവ പരിശോധിക്കുവാൻ വേണ്ടിയാണ് പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കുന്നത്. കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് സദാനന്ദൻ മാസ്റ്റർ ഹെൽത്ത് സൂപ്രണ്ട് ഡോക്ടർ വാസുദേവന് ഓക്സിമീറ്റർ കൈമാറി. പള്ളി വികാരി ഫാദർ എൽദോ മഴുവഞ്ചേരി, പറമ്പത്ത് കശീശ, ഹെൽത്ത് ഇൻസ്പെക്ടർ മൊയ്തീൻകുട്ടി, പള്ളി കൈക്കാരൻ തമ്പി KP, യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി അനുമോൻ C തമ്പി തുടങ്ങിയവർ പങ്കെടുത്തു. ഹോട്ടൽ തൊഴിലാളി ജോലിക്കിടെ കുഴഞ്ഞു വീണു മരിച്ചു. ഗുരുവായൂർ തെക്കേനടയിലെ അഭിലാഷ് ഹോട്ടലിലെ ജീവനക്കാരൻ ബംഗളൂരു സ്വദേശി 51 വയസ്സുള്ള അജിത് കുമാറാണ് മരിച്ചത്. വൈകിട്ട് 7ഓടെയാണ് സംഭവം. ജോലിക്കിടെ അസ്വസ്ഥത തോന്നി മുകൾ നിലയിലെ മുറിയിലേക്ക് പോകാൻ ഗോവണി കയറുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ആക്ട്സ് പ്രവർത്തകരെത്തി മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. നവമാധ്യമ കാഴ്ച. മഴ പെയ്താൽ പിന്നെ റോഡുകളെല്ലാം കുളത്തിന് സമാനമാണ്. കുളത്തിൽ നീരാട്ട് നടത്തുന്ന താറാവുകളും ഇപ്പോൾ റോഡിലെ ഈ തടാകങ്ങൾ കയ്യേറിക്കഴിഞ്ഞു. ബാബു മരത്തംകോട് നൽകിയ ദൃശ്യം. ഇത് ശ്യാമസുന്ദര
ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം വിൽപ്പന വില ഗ്രാമിന് 4670 രൂപ, വാങ്ങൽ വില ഗ്രാമിന് 4660 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചരമം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റും ചേംബർ ഓഫ് കൊമേഴ്സ് നിർവാഹക സമിതി അംഗവുമായ കെ.എ. അസിയുടെ മാതാവ് കുന്നംകുളം ഗാന്ധിജി നഗർ ഫസ്റ്റ് അവന്യൂവിൽ കൂളിയാട്ടയിൽ പരേതനായ അബ്ദുള്ളക്കുട്ടിയുടെ ഭാര്യ ആയിഷ നിര്യാതയായി 87 വയസ്സായിരുന്നു. ഖബറടക്കം വടുതല ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. ഷഹീദ ലത്തീഫ്, താഹിറ ഇസ്മയിൽ, അഫ്സ കുഞ്ഞാലിക്കുട്ടി, റജീല സലിം, മാരിയത്ത് ഷാഹുൽ ഹമീദ്, മുഹമ്മദ് ബേബി, ജബീൻ റൌഫ്, ഷംല, മുഹമ്മദ് അലി, ഹസീന സലീം എന്നിവർ മക്കളാണ്. കിടങ്ങൂർ പരുത്തിവളപ്പിൽ പരേതനായ ഗോപാലൻ ഭാര്യ ദാക്ഷായണി നിര്യാതയായി 77 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 8 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ബിജുമോൾ, ഷാജു, ഷൈജു എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് 7283 പേർക്ക് കൂടി കോവിഡ്. 5731 പേർക്ക് സമ്പർക്കം വഴി രോഗബാധ. 24 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 6767 പേർക്ക് രോഗമുക്തി. തൃശൂർ ജില്ലയിൽ 809 പേർക്ക് കൂടി കോവിഡ്. 831 പേർക്ക് രോഗമുക്തി. ചാവക്കാട് തീരമേഖലയിൽ 67 പേർക്ക് രോഗം. പുന്നൂർകുളം അണ്ടത്തോട് നടത്തിയ ആന്റിജൻ പരിശോധനയിൽ പെരുമ്പടപ്പ് സ്വദേശി ഉൾപ്പെടെ 26 പേർക്ക് കോവിഡ്. എരുമപ്പെട്ടിയിൽ ജനപ്രതിനിധിക്ക് കോവിഡ് പോസിറ്റീവാണെന്ന തെറ്റായ അറിയിപ്പ് നൽകി ക്വാറന്റൈനിലിരുത്തിയ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടി വിവാദത്തിൽ. എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് ആവശ്യമായ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ നിയമിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ.സി. മൊയ്തീൻ. ചടങ്ങിലേക്ക് പ്രതിഷേധവുമായി എത്തിയ UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭക്തിയുടെ നിറവിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ശനിയാഴ്ച തുടക്കമാകും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങളായി. ഇക്കുറി ആഘോഷങ്ങൾ കൊറോണ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് cicitvonline.in സന്ദർശിക്കുക. നമസ്കാരം. ഈ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിച്ചത് പെൻകോ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, കുന്നംകുളം.